IPL-ന്റെ പുതിയ സീസണിനായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തോടെയാണ് ഇത്തവണത്തെ IPL ആരംഭിക്കുന്നത്. എന്നാൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചെന്നൈയുടെ കുപ്പായത്തിൽ സഞ്ജു സാംസൺ കളത്തിലിറങ്ങുന്നത് കാണാനാണ്. രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം ഉപേക്ഷിച്ച് CSKയിലെത്തിയ സഞ്ജുവിന് ആദ്യ മത്സരത്തിൽ തന്നെ നേരിടേണ്ടത് രാജസ്ഥാനെയാണ്. ഇത്തവണ CSKയുടെ വൈസ് ക്യാപ്റ്റനായി സഞ്ജു എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ് ഇത്തവണയും CSKയുടെ ക്യാപ്റ്റനാവുമെന്ന് ടീം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനാക്കി കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഋതുരാജിന് കീഴിൽ CSKയ്ക്ക് കാര്യമായ മുന്നേറ്റം നടത്താനായിട്ടില്ല. വൈസ് ക്യാപ്റ്റനായി സഞ്ജു ഋതുരാജിനൊപ്പം നിന്നാൽ ടീമിനത് ഗുണം ചെയ്യും. സഞ്ജു സാംസൺ അനുഭവസമ്പന്നനായ ക്യാപ്റ്റനാണ്. രാജസ്ഥാൻ റോയൽസിനെ ഫൈനലടക്കം എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. മികച്ച ക്രിക്കറ്റ് ബുദ്ധിയോടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിക്കും. ഋതുരാജിനെ പോലൊരു ക്യാപ്റ്റന് സഞ്ജു സാംസനെ പോലൊരു വൈസ് ക്യാപ്റ്റന്റെ സാന്നിധ്യം സഹായകമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. മറ്റൊരു കാര്യം സഞ്ജുവിന്റെ സമീപകാലത്തെ പ്രകടനവും ആരാധക പിന്തുണയുമാണ്. 2020 ലോകകപ്പിൽ ഹാട്രിക് അർദ്ധസെഞ്ചുറികളോടെ ഇന്ത്യയുടെ ഹീറോയെ മാറിയ സഞ്ജുവിന് ഇപ്പോൾ ആരാധക പിന്തുണ ഇരട്ടിയായിട്ടുണ്ട്. കേരളക്കാരായ സഞ്ജുവിന് അയൽക്കാരായ ചെന്നൈയിലെ ആരാധകർ വലിയ സ്നേഹം നൽകുന്നുണ്ട്. സഞ്ജു സാംസൺ തമിഴ് സംസാരിക്കുന്ന താരമാണെന്നത് ആരാധകർക്ക് വൈകാരികമായ അടുപ്പവും നൽകുന്നു. സഞ്ജുവിന്റെ ആരാധക പിന്തുണ താരത്തെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉയർത്തുന്ന കാര്യമാണ്. സഞ്ജുവിന് എല്ലാ താരങ്ങളുമായി വേഗത്തിൽ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. നിലവിലെ CSKയുടെ മിക്ക താരങ്ങളുമായി ഇതിനോടകം സഞ്ജു മികച്ച ബന്ധത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ CSKയുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് ഏറ്റവും അനുയോജ്യൻ സഞ്ജുവാണ്. മൂന്നാമത്തെ കാരണം അടുത്ത CSK ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജു സാംസണ് ആണെന്നതാണ്. MS ധോണിയുടെ നേരിട്ടുള്ള ഇടപെടലിലാണ് സഞ്ജു CSKയിലെത്തിയത്. ഋഷഭ് പന്ത്, KL രാഹുൽ, ഇഷാൻ കിഷൻ എന്നിവരെല്ലാം തഴഞ്ഞ് സഞ്ജു സാംസണെ CSK ടീമിലേക്ക് എത്തിച്ചത് ധോണിയുടെ പിൻഗാമിയാക്കാനാണ്. സഞ്ജുവിനെ CSKയുടെ അമരക്കാരനെ വളർത്താനാകും ധോണിയുടെ പദ്ധതി. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർത്തവണ തന്നെ എത്താനായേക്കും. സഞ്ജുവിനെ സംബന്ധിച്ച് പ്രതീക്ഷകളുടെ അമിതഭാരമാണ് ഇപ്പോഴുള്ളത്. അതിനനുസരിച്ച് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. സമീപകാലത്തെ സഞ്ജുവിൻ്റെ പ്രകടനങ്ങളെല്ലാം ഗംഭീരമായതിനാൽ ഇത്തവണ വലിയ പ്രകടനം പുറത്തെടുക്കാൻ മലയാളി താരത്തിന് സാധിക്കുമെന്ന് കരുതാം. സഞ്ജു സാംസണെ അടുത്ത 5 വർഷത്തേക്കെങ്കിലും പോസ്റ്റർ ബോയാണ് CSK കാണുന്നത്. ഈ സീസണോടെ ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ച് പരിശീലക റോളിലേക്ക് മാറിയേക്കും. ഇതോടെ CSKയുടെ മുഖമായി മാറാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. മലയാളി താരത്തിന് അതിന് സാധിക്കുമെന്ന് കരുതാം. ചുരുക്കത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു സാംസൺ എത്തുന്നത് കേവലം ഒരു ടീം മാറ്റമല്ല, മറിച്ച് IPL ചരിത്രത്തിൽ തന്നെ വലിയൊരു അധ്യായത്തിന് തുടക്കമാണ്. ഋതുരാജിന് കരുത്തായി സഞ്ജുവിന്റെ അനുഭവ സമ്പത്തും MS ധോണിയുടെ തന്ത്രപരമായ പിന്തുണയും ഒന്നിക്കുമ്പോൾ CSKയ്ക്ക് അത് പുതിയൊരു ഊർജ്ജം നൽകും. വിക്കറ്റിന് പിന്നിലും ബാറ്റിങ്ങിലും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന സഞ്ജു ടീമിന്റെ വൈസ് ക്യാപ്റ്റനായോ ഭാവി നായകനായോ മാറുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സ്വന്തം ടീമായിരുന്ന രാജസ്ഥാനെതിരെ സഞ്ജു ആദ്യ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ അത് ആവേശകരമായ ഒരു മത്സരത്തിനപ്പുറം മലയാളി താരത്തിന്റെ പുതിയ യുഗത്തിന്റെ വിളംബരം കൂടിയാകും. സഞ്ജുവിന്റെ ചെന്നൈയിലെ ഈ യാത്ര വിജയകരമാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.